വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ലീഗ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചവിടെ ഉറക്കം നഷ്ടപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ ദിവസം ലീഗിനെതിരെ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, വെള്ളാപ്പള്ളി നടേശൻ. ഇതാ ഇന്ന് യോഗനാഥത്തിൽ ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്. കോലം കത്തിച്ചാലോ മുദ്രാവാക്യം വിളിച്ചാലോ ഞങ്ങൾ പിന്തിരിഞ്ഞോടില്ല എന്നാണ് അതിൽ ഒരു ടൈറ്റിൽ പറയുന്നത്. സത്യത്തിൽ എന്തുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ലീഗിനെ ഇത്ര കണ്ട് വെറുക്കുന്നത് അല്ലെങ്കിൽ പേടിക്കുന്നത്? ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എക്കാലത്തും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം മുസ്ലിങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്നു, ഞങ്ങളുടെ സഭയിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിലുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇത്രയും കൊല്ലക്കാലമായിട്ടും വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആട്ടെ, പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. പിണറായി വിജയൻ ജയിക്കാൻ വേണ്ടിയിട്ട് പല കളികളും കളിച്ച ആളാണ്. എന്നിട്ട് എന്തേ പിണറായി വിജയനിൽ നിന്നും ഈ പറയുന്ന സമുദായത്തിന് വേണ്ടിയിട്ടുള്ള റിസർവേഷനുകൾ വാങ്ങിക്കാഞ്ഞത് എന്താണ്? ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ UDF അധികാരത്തിൽ വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള കളികളുമായിട്ട് എപ്പോഴും വരും നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ 10 കൊല്ലക്കാലം പിണറായി വിജയൻ ഭരിച്ചു. കമ എന്നൊരക്ഷരം ഈ വെള്ളാപ്പള്ളി നടേശൻ മിണ്ടിയിട്ടുണ്ടോ? ഇല്ല. ആകെ വാ തുറന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പായപ്പോഴത്തേക്കും മുസ്ലിങ്ങൾക്കെതിരെ, മലപ്പുറത്തുള്ള മുസ്ലിങ്ങൾക്കെതിരെ തിരിയാൻ വേണ്ടി മാത്രമാണ് വെള്ളാപ്പള്ളി വാ തുറന്നത്. അത് ഇപ്പോ CPM-ന്റെ കഴിഞ്ഞ ദിവസത്തെ അവരുടെ നിരീക്ഷണത്തിലും ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി ഓരോ തവണയും വാ തുറക്കുമ്പോഴും CPM-ന് കടുത്ത തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാണ്. അത് പക്ഷെ അറിയാതെ പോയി എന്നാണ് CPM പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ CPM-ന് ഒരു മാൻഡ്രേക്ക് പോലെ പ്രവർത്തിച്ചു അതല്ലേ? തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി ഒരു തവണ വാ തുറന്നു കഴിഞ്ഞാല് ഒരു 10,000 വോട്ട് ചോരും, അല്ലെങ്കിൽ 1 ലക്ഷം വോട്ട് പോകും. 2 വട്ടം വാ തുറന്നു കഴിഞ്ഞാൽ 2 ലക്ഷം വോട്ട് പോകും. ഇതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ CPM-ഉമായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ബന്ധവും അദ്ദേഹം CPM-ന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഓരോ തവണയും CPM-ന്റെ വോട്ട് കുറയ്ക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരാളാണ്. UDF ഏറ്റവും കൂടുതലും നന്ദി പറയേണ്ട ഒരാളാണ്. ഞാൻ പറയുന്നൊരു കാര്യം, UDF നേതാക്കന്മാരാണെങ്കിലും UDF സംവിധാനമാണെങ്കിലും ഏറ്റവും കൂടുതലും നന്ദി പറയേണ്ട ഒരാള് വെള്ളാപ്പള്ളി നടേശനാണ്. ലീഗിന് ഇത്ര ഹൈപ്പ് കിട്ടാനും വെള്ളാപ്പള്ളി നടേശന്റെ ഓരോ വാക്കുകളും തീർച്ചയായിട്ടും മുസ്ലിം പ്രീണനമാണല്ലോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം പ്രീണനമാണ്. മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ച്, ഹിന്ദു സമുദായത്തെ പ്രീണിപ്പിച്ച് തങ്ങളുടെ വോട്ട് ബാങ്കുകൾ തങ്ങളിലേക്ക് എത്തിക്കുക. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് മുസ്ലിം സമുദായത്തിനോടല്ല, മുസ്ലിം സമുദായത്തിന്റെ പേരിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗ് നടത്തുന്ന ഓരോ കാട്ടിക്കൂടലുകൾ എന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗിനെതിരെയാണെന്നാണ് പറയുന്നത്, മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, മുസ്ലിം ലീഗിന് പറയാനുള്ള അവകാശമില്ല, മുസ്ലിം ലീഗ് ആരാണ്, മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ മുസ്ലിം ലീഗിനെ ഇപ്പൊ NSS, അതേപോലെ SNDP ഇവരെല്ലാം പറയുന്നത് മുസ്ലിം ലീഗ് എന്തിനാണ് ഇടപെടുന്നതെന്നാണ്. മുസ്ലിം ലീഗ് ആരാണെന്നേ ഈ 102 സീറ്റുള്ളതിനകത്ത് 1022 സീറ്റുമായിട്ട് വിജയിച്ചു നിൽക്കുന്ന ഒരു മുന്നണിയാണ്. UDF-ന്റെ ഒരു മുന്നണിയാണ്. ടീം UDF എന്ന് പറയുമ്പോൾ അതിൽ ചേരുന്ന ഒന്നാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന് അഭിപ്രായം പറയാൻ പാടില്ലെന്ന് ജയിച്ച MLA-മാർക്ക് അവർക്ക് അഭിപ്രായമില്ലേ? അവരെ ഭരിക്കാൻ പോകുന്ന ആരാണ് എന്ന് AICC അവരോട് വന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്ന ആളെ മതി എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവരുടെ അഭിപ്രായം പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല. 25 MLA-മാരോളം വിജയിച്ച ഒരു പാർട്ടിയിൽ തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരൊക്കെ ഏതൊക്കെ മന്ത്രി വകുപ്പ് വേണം എന്ന് പറയാൻ ലീഗിന് സ്വാതന്ത്ര്യമില്ല എന്ന് പറയാൻ ഇവിടെ ഈ വെള്ളാപ്പള്ളി നടേശന് യാതൊരുവിധ പ്രസക്തിയുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ജോസഫ് വിഭാഗം മന്ത്രിസ്ഥാനം ചോദിക്കുന്നുണ്ടല്ലോ. എന്നാലും അവരുടെ ഒരു പ്രതിഷേധം കൊണ്ടായിരുന്നു. അവർക്ക് ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പ് പദവി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ, ഒരു ക്യാബിനറ്റ് പദവിയുള്ള ഒരു ചീഫ് വിപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതുപോരാ, ഞങ്ങൾക്ക് ഒരു മന്ത്രിസ്ഥാനം കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രി അവർ സമരമൊക്കെ നടത്തുന്ന നമ്മൾ കണ്ടാണല്ലോ. യഥാർത്ഥത്തില് എല്ലാവർക്കും ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ ഒരു മുന്നണി സംവിധാനത്തിൽ വരുമ്പോ ആ മുന്നണിക്കുള്ളിൽ ഞങ്ങൾക്ക് ഇന്നത് വേണം എന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ ഷിബു ബേബി ജോൺ, അദ്ദേഹം കഴിഞ്ഞ തവണ ഇട്ടത് തൊഴിൽ വകുപ്പായിരുന്നു. ഇപ്പൊ തൊഴിൽ വകുപ്പ് വേണ്ട, അല്ലെങ്കിൽ ടൂറിസമോ അല്ലെങ്കിൽ ഫിഷറീസോ, ഇത് രണ്ടിലെ ഏതെങ്കിലും ഒരു വകുപ്പ് തന്നാൽ മതി എന്ന് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോ ഇവർക്കെല്ലാം സംസാരിക്കാം, ഇവർക്ക് ഏത് മന്ത്രിസ്ഥാനം വേണം, തങ്ങൾക്കുണ്ടായിരുന്ന മന്ത്രിസ്ഥാനം, ഇതിനെപ്പറ്റിയല്ല ഇവർക്ക് സംസാരിക്കാം. പക്ഷെ ലീഗിന് 1022 MLA-മാരുള്ള ലീഗിന് സംസാരിക്കാൻ കഴിയില്ല. ലീഗ് സംസാരിക്കരുത് എന്ന് പറയുന്നത് എവിടുത്തെ ഔചിത്യമാണ് എന്നറിയില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു BJP അജണ്ടയാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. BJP അജണ്ട അദ്ദേഹത്തിന്റെ മകനായ തുഷാർ വെള്ളപ്പള്ളി BDS-ന്റെ
മുന്നണിയിലുള്ള ആളാണ്. അല്ലെ, ഇവരുണ്ടാക്കിയ ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ BJPക്ക് വേണ്ടിയിട്ട്. അതെ. ഈ ഇത്രയും വലിയ ഇത് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ 2016 BJPക്ക് വേണ്ടിയിട്ട് BDJS എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. SNDP ഉള്ള ആളുകളെ അങ്ങോട്ട് റിക്രൂട്ട്മെന്റ് ചെയ്തിട്ട് ആ പാർട്ടി ഇന്ന് അവിടെ പോയി. ആ പാർട്ടിയുടെ പേരിൽ ഒരാളെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ ഇതെല്ലാം പറയുമല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ജനങ്ങൾ മൊത്തം അങ്ങ് കേൾക്കുമെന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശന് ഒരാളെയെങ്കിലും വിജയിപ്പിച്ച് കാണിക്കാൻ കഴിഞ്ഞു. കാരണം ആ പാർട്ടി ഇപ്പോ ഇല്ല, അകാലചരമം പ്രാപിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് NSS വിചാരിക്കുന്നത് അവരുടെ പ്രതാപകാലത്ത് ജാതി വോട്ട് ബാങ്കുകൾ കാണിച്ചുകൊണ്ട് ഇവരെ ഭിന്നിപ്പിച്ച് ഭരിച്ചതുപോലെ UDF അധികാരത്തിൽ വരുമ്പോ ഭിന്നിപ്പിച്ച് ഭരിക്കാമെന്ന് പറയുന്ന രീതിയാണ്. പക്ഷെ അതൊന്നും നടക്കില്ല. ഇപ്പോ ഇവർ കാലം മാറുന്നത് അറിയുന്നില്ല എന്നാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ സുകുമാരൻ നായരാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും ഇവരാരും ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയം എന്ന് പറയുന്നത് ഒരു മത നേതാവിന്റെയും ഒരു മത കക്ഷിയുമായിട്ടും ഒരു മത സമൂഹവുമായിട്ടും കൂട്ടുകൂട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂട്ടുകൂടാത്തത് കൊണ്ടാണ് അവര് വിജയത്തിലേക്ക് എത്തിയത്. SNDPയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശൻ ഭീഷണിപ്പെടുത്തി, സുകുമാരൻ നായർ ഭീഷണിപ്പെടുത്തി, SDP ഇവരുടെ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക്. അത് മാത്രമല്ല, ഇപ്പൊ VD സതീശൻ പറഞ്ഞൊരു വാക്കുണ്ട്, അത് അപ്പോഴും അതെ ഇപ്പോഴും അതെ, വർഗീയവാദികളോട് നോ കോംപ്രമൈസ്. ആ സ്റ്റാൻഡിനാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ഇപ്പോ എല്ലാ കാലത്തും ഇപ്പൊ NSSഉം SNDP ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഇത്ര വോട്ട് ബാങ്കുകളുണ്ട്, ഞങ്ങളാണ് ഇവിടുത്തെ മെജോറിറ്റി, വലിയ ഭൂരിപക്ഷം, ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇവരുടെ സംസാര ശൈലികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രി ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായർ നടത്തിയ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് ആരുടെ ജീവിതമാണ് പോയത്? ഇന്ന് മുഖ്യമന്ത്രി ആകേണ്ട ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ ആ കാലയളവിൽ നിങ്ങളൊരു NSSകാരൻ മാത്രമാക്കി, NSSന്റെ താക്കോൽ സ്ഥാനം കൈയാളുന്ന ഒരാൾ എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് താറടിച്ചു കാണിച്ചു. ജനങ്ങൾ പിന്നീട് അയാളെ ഒരു സാമുദായിക നേതാവ് എന്ന രീതിയിൽ മാത്രമാണ് രമേശ് ചെന്നിത്തലയെ കണ്ടത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഏറ്റവും ചെറിയ പ്രായത്തിൽ MLA ആകുന്ന ഒരാളാണ്. KSUവിന്റെ ദേശീയ പ്രസിഡന്റായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ്, KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, അതേപോലെ തന്നെ NSUവിന്റെ ദേശീയ പ്രസിഡന്റായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായിരുന്നു. എത്ര പദവികൾ വഹിച്ചൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ട് ഒരു കടമ്പ കടന്ന് വന്ന് MLA ആയിട്ടിരിക്കുമ്പോൾ, ചെറിയ പ്രായത്തിൽ തന്നെ MLA ആയിട്ടിരിക്കുമ്പോൾ, 2ാം ടൈമിലേക്ക് മത്സരിക്കുമ്പോൾ ഇതേപോലെ വന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലായിരുന്നു തോന്നുന്നു. അപ്പോ രമേശ് ചെന്നിത്തലയ്ക്ക് ആ താക്കോൽ സ്ഥാനം കൊടുക്കണം, ഒരു നായർക്ക് കൊടുക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ മാറ്റപ്പെടുന്നു. എന്നാലും അദ്ദേഹത്തിന് അർഹതപ്പെട്ടായതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് കൊടുത്തത്. ഇപ്പോ മലപ്പുറത്ത് ഇതുപോലെ ലീഗിന്റെ വിജയത്തിന് ശേഷം ആ ലീഗിന്റെ പ്രവർത്തനം നടത്തിയ ആ ഒരു ആഘോഷത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഒരു വ്യക്തിയാണ് ഇപ്പൊ ഈ വെള്ളാപ്പള്ളി നടേശൻ. തൊടുപുഴയിൽ ഇതുപോലെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചപ്പോൾ ഇതുപോലെ ആഘോഷങ്ങൾ കണ്ടതിന് ശേഷം ആ ഒരു പോസ്റ്റർ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ മറ്റൊരു രാജ്യം ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറയുന്നത്. ഈ മലപ്പുറം എന്ന ജില്ലയെ മാത്രമേ പ്രത്യേക തീവ്രവാദി രാജ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ. പക്ഷെ ഈ പറയുന്ന തീവ്രവാദി പാർട്ടി അവർ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വെള്ളാപ്പള്ളി നടേശൻ ആലോചിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവർ ചെയ്തതിന്റെ 1/4 ഭാഗം വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിട്ടുണ്ടോ? മുന്നിൽ കാണുന്ന ആൾക്കാരെ വോട്ട് ബാങ്കായി കാണുമ്പോൾ മറ്റുള്ളവരെ അത് സ്വന്തം കൂടെ ചേർത്ത് പിടിക്കുകയാണ് ഈ ലീഗ് ശ്രമിക്കുന്നത്. അപ്പൊ ആ ചൂരൽമല നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ചൂരൽമല എന്തൊക്കെയാണ് ലീഗ് ചെയ്തു കൊടുത്തത്. സത്യം, അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാവുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കോൺഗ്രസ് നിങ്ങളുടെ വീടെന്തിയെ, നിങ്ങൾ ശവന്തീനികളല്ലേ എന്നുള്ള രീതിയിൽ LDFകാർ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ മുസ്ലിം ലീഗ് അവരുടെ വീടുകൾ പണി കഴിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ മുസ്ലിം ലീഗിന്റെ വീടുകൾ എന്ന രീതിയിലേക്ക് പ്രചരിപ്പിക്കുന്നതും. അത് വെറും വീട് മാത്രമാണോ അതിലുള്ളത്? വെറും വീട് മാത്രമല്ല, അതിലും കൈരളിയെ പോലുള്ള ചാനലുകൾ വലിയ രീതിയിൽ നമ്മളെ അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് വാർത്ത കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ വീട്ടിൽ എല്ലാ ഫർണിഷ് ചെയ്ത സാധനങ്ങൾ ഉൾപ്പെടെ ഒരാൾക്ക് പിന്നീട് ഒന്നും വാങ്ങിക്കണ്ട, കയറി താമസിച്ചാൽ മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഇതിന്റെ പ്രൊമോഷനായിട്ട് ആരും ആ ഒരു പരിസരത്തേക്ക് പോലും വരരുതെന്നും, അത് മാത്രമല്ല യാതൊരുവിധ ആചാരം അല്ലെങ്കിൽ ആ ഒരു ഇസ്ലാമികമായിട്ടുള്ള യാതൊരുവിധ ആചാരങ്ങളും ആ ഒരു വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് ചെയ്തിട്ടില്ല. അതായത് നിലവിളക്ക് കൊളുത്തി
പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ആ ഒരു വീട്ടിലേക്ക് ഗൃഹപ്രവേശനം നടത്തിയത്. അതുപോലെ തന്നെ പ്രശസ്ത സോപാന സംഗീതജ്ഞൻ അദ്ദേഹം ആ ഒരു മുസ്ലിം ലീഗിലേക്ക് ചേർന്നത് 81 ഗായത്രി മന്ത്രങ്ങൾ ഉരുവിട്ടാണ്. അദ്ദേഹം ആ ഒരു ആദ്യത്തെ മീറ്റിംഗ് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇദ്ദേഹം SNDP-യിലേക്കോ NSS-ലേക്കോ പോയില്ല? എന്തുകൊണ്ട് ഇദ്ദേഹം ഈ മുസ്ലിം ലീഗിലേക്ക് വന്നു? അതൊരു തീവ്രവാദ പാർട്ടി ആയതുകൊണ്ടാണോ? അതെല്ലാം ഓരോ ആളുകളുടെ ഇഷ്ടമാണ്. ഏത് പാർട്ടിയിൽ ചേരണം, ഏത് പാർട്ടിയിൽ ചേരണ്ട എന്നുള്ളതെല്ലാം അവരുടെ ഇഷ്ടമാണ്. ഇപ്പോ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് തന്നെ പറയുന്നത് യോഗനാഥം പത്രത്തിൽ വന്നിട്ടുള്ള ആ ആർട്ടിക്കിളിനെ പറ്റിയാണ്. അതില് അവര് വലിയ രീതിയിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ മറക്കില്ല കഴിഞ്ഞു പോയിട്ടുള്ള മാറാട് കലാപവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഇത് വീണ്ടും ആവർത്തിക്കാനുള്ള അവസരമാണ്. ആരാണിത് പറയുന്നത്? SNDP തന്നെ അങ്ങ് പറയുകയാണ്, അല്ലെങ്കിൽ ആ സംഘടനയിലെ ചില ആളുകൾ തന്നെ അങ്ങ് പറയുകയാണ്, മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഇവരങ്ങ് അടിച്ചു വിടുകയാണ്. ഇതിനു മുമ്പോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ CPM ആയിരുന്നു ഇത് ആദ്യമേ ഇട്ടുകൊണ്ടിരിക്കുന്നത്. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു മുസ്ലിം ആയിരിക്കും മുഖ്യമന്ത്രി, മുസ്ലിം ലീഗിനായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലൊക്കെ വലിയ രീതിയിൽ നമ്മൾ കണ്ടതാണ്. നോക്കുമ്പോൾ BJP-യുടെയും CPM-ന്റെയും വെള്ളാപ്പള്ളി നടേശന്റെയും G. സുകുമാരൻ നായരുടെയും സ്വരം ഒരുപോലെ പോവുകയാണ് ലീഗിനെതിരെ. നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അല്ലെ? ലീഗ് ശക്തി പ്രാപിക്കുന്ന കാണുമ്പോൾ, ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ബാങ്കുകൾ കൊണ്ട് വിജയിച്ചു വരുന്ന സംഘടനയായിട്ടാണ് പലപ്പോഴും പറയുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് പല മണ്ഡലത്തിലും മത്സരിക്കുമ്പോൾ അവിടെ മുസ്ലിം പ്രാതിനിധ്യം മാത്രമല്ലല്ലോ. അപ്പൊ ജയിക്കണമെങ്കിൽ മുസ്ലിം പ്രാതിനിധ്യം കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയില്ല. ബാക്കി എല്ലാ പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ. ആ പ്രാതിനിധ്യം ലീഗിന് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അവർ വികസനങ്ങൾ കൊണ്ടുവരുമെന്നുള്ളൊരു പൊതുബോധം ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോഴും പല മണ്ഡലങ്ങളിലും BJP വിജയിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ മണ്ഡലത്തിൽ വർഗീയതയേക്കാൾ കൂടുതൽ വികസനം അവർ വിളമ്പുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ലീഗ് UDF-നോടൊപ്പം നിൽക്കുന്നത് വരെ അതിനൊരു വർഗീയ പാർട്ടിയായിട്ട് ഒരിക്കലും ഒരു പാർട്ടിക്കും ചിത്രീകരിക്കാൻ കഴിയില്ല. പക്ഷെ ലീഗ് അതിന് വെളിയിലേക്ക് പോവുകയാണെങ്കിൽ അതിനൊരു വർഗീയ പാർട്ടിയായിട്ട് ചിത്രീകരിക്കുമെന്നൊരു യാഥാർത്ഥ്യമാണ്.